അപ്പൊ ചേച്ചി സിനിമകളെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ചേച്ചിയുടെ അടുത്ത് എവിടെ തുടങ്ങണം എങ്ങനെ ചോദിക്കണം എന്നറിയില്ല. കാരണം അത്ര വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങൾ ഒരുപാട് സിനിമകളിൽ നല്ല നല്ല വേഷങ്ങൾ നമ്മുടെ മലയാളി പ്രേക്ഷകർക്ക് സമ്മാനിച്ച ഒരാളാണ്. പക്ഷെ അതിനിടയിൽ പുതിയ വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംവിധായികയായിരിക്കുകയാണ്. അതെ. അപ്പൊ ആ സിനിമയെ കുറിച്ചിട്ട് ആ സംവിധായികയായ രണ്ടാം നാൾ അല്ലെ, അതായത് സംവിധായിക ആകുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും ആൾക്കാരത് പ്രതീക്ഷിക്കണം എന്നില്ല. കാരണം എപ്പോഴും നമ്മൾ ഒരാളെ വിലയിരുത്തുന്നത് അവർ ചെയ്യുന്ന കഥാപാത്രം വെച്ചിട്ടാണ്. അതെ അതെ അതെ. ഇപ്പൊ ഒരു വില്ലനായിട്ട് അഭിനയിക്കുകയാണെങ്കിൽ ആ ആളെ കാണുമ്പോൾ ആ വില്ലൻ എന്നുള്ളൊരു സംഭവമാണ്. പക്ഷേ ശരിക്കും പറഞ്ഞ സിനിമയിൽ വില്ലന്മാരെ ഏറ്റവും സാധുക്കളായിട്ടുള്ള ചേച്ചിയെ കണ്ടാലും അങ്ങനെ ആൾക്കാർ പറഞ്ഞിട്ടില്ല ഒരു വില്ലത്തി ഛായ ഉണ്ട്. അതെ അതെ. അതായത് നമ്മള് ചെറുപ്പം തൊട്ടേ ഇപ്പൊ യാത്ര ചെയ്യുന്ന സമയത്താണെങ്കിലും ഗൗരവ മുഖത്ത് വരുത്തുക എന്നുള്ള സംഭവമുണ്ട്. കാര്യമുണ്ട്, പെട്ടെന്ന് ആൾക്കാരുടെ അടുത്തേക്ക് വരില്ല. അപ്പൊ അതിങ്ങനെ പ്രാക്ടീസ് ചെയ്ത് അവസാനം ഇപ്പൊ ഒരു ഗൗരവത്തിലായി. നല്ല ഹൈറ്റ് ഒക്കെ ഉള്ളതുകൊണ്ടും ഈ ഹൈറ്റ് കൂടുതലുള്ളവരുടെ അടുത്തേക്ക് നമുക്ക് വന്ന് സംസാരിക്കുമ്പോഴേ, കാരണം അവരുടെ നോട്ടം അങ്ങനെ ആയിരിക്കും, അവരിങ്ങനെ നോക്കുള്ളൂ, അത് അവരുടെ ഹൈറ്റ് ഉള്ളത് കൊണ്ടാണ്. അതറിയില്ല. പക്ഷെ അങ്ങനത്തെ ഒരു സംഭവമുണ്ട്, നമ്മൾ ചെയ്യുന്ന റോള് വെച്ചിട്ട് നമ്മളെ അളക്കും. അപ്പോൾ ജഡ്ജ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ സംവിധാനം എന്നുള്ള സംഭവം ഞാൻ എഴുതിയതുകൊണ്ട് ഞാൻ സംവിധാനം ചെയ്തതാണ്. ശരി. അപ്പോൾ സിനിമ ഇല്ലാത്ത ഒരുപാട് സമയങ്ങളുണ്ടായിരുന്നു. സിനിമ ഒരു സമയത്ത് കുറേ സിനിമകൾ ചെയ്തു. പിന്നെ ഈ പറഞ്ഞ പോലെ സിനിമയിൽ അമ്മമാർക്കൊക്കെ പ്രാധാന്യം കുറഞ്ഞു. പിന്നെ ഞാൻ ആരും വിളിക്കാൻ പോവില്ല എന്നുള്ളൊരു വലിയൊരു തകരാറുണ്ട്. ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഒരിക്കലുമില്ല. ഞാൻ എൻ്റെ സിനിമ കഴിഞ്ഞാൽ ഞാൻ അവിടുന്ന് പോകുന്ന എൻ്റെ വീട്ടിലെത്തി, ഞാൻ പിന്നെ സാധാരണ ജീവിതമായി. ശരിക്കും സിനിമയിൽ അങ്ങനെയല്ല വേണ്ടത്. അതെ, ആ ഒരു റിലേഷൻഷിപ്പ്, ഒരു കമ്മ്യൂണിക്കേഷൻ എപ്പോഴും വേണം. നമ്മൾ വിളിക്കുക, പിന്നെ അവരുടെ സിനിമ കാണുക, കണ്ടു കഴിഞ്ഞാൽ അവരെ വിളിച്ച് സംസാരിക്കുക, നല്ലത് പറയാം, ചീത്തയാണെങ്കിലും നല്ലതെന്ന് പറയാം, ഇതൊക്കെ ചെയ്യണം. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് ആ ഒരു ശീലമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മളെ പലപ്പോഴും ചിലപ്പോൾ മറന്നുപോകും. അതെ അതെ. നമുക്കൊരു ഇതിൽ പറഞ്ഞിട്ടുണ്ട്, സിനിമയ്ക്ക് ഞാൻ ആവശ്യമില്ല, എനിക്ക് സിനിമയാണ് ആവശ്യം. വളരെ ശരിയാണ്. അതെ. അപ്പൊ ആരാ പോകുന്ന വെച്ചാൽ അവരങ്ങ് പോകാന്നേ ഉള്ളൂ. നമുക്ക് അങ്ങനെ ചിന്തിക്കണമെങ്കിൽ ആലോചിച്ച് നോക്കൂ. അതെ അതെ. അപ്പൊ പിന്നെ നമ്മൾ പരാതി പറഞ്ഞിട്ട് കാര്യമല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞില്ലേ, അപ്പൊ അത് വെച്ചിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ ഞാൻ സിനിമ ചെയ്യുന്നു, സംവിധാനം ചെയ്യുന്നു പറഞ്ഞപ്പോൾ ഒരാളോട് ഞാൻ പറഞ്ഞില്ല. കാരണം ഞാൻ എഴുതി കഴിഞ്ഞൊരു എനിക്ക് ചെയ്യണം എന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ക്യാമറാമാനെ ആണ് പറഞ്ഞത്, ഇത് ചേച്ചി എന്നെ ചെയ്യണം എന്നെന്നോട് പറഞ്ഞു. അപ്പോൾ നമുക്ക് പ്രൊഡ്യൂസറെ കിട്ടുക എന്നുള്ളത് വലിയ പണിയാണ്. ഞാൻ ചെന്നിട്ട് ഞാനൊരു സിനിമ ചെയ്യുന്നു, സംവിധാനം ചെയ്യുന്ന പറയുമ്പോൾ ചിലപ്പോൾ വിശ്വസിക്കണം എന്നില്ല. ഞാൻ AV അനൂപ് ഉണ്ടല്ലേ, മെഡിമിക്സിലെ അനൂപിൻ്റെ അടുത്ത്, അനൂപിന് ഭയങ്കര ഇഷ്ടമാണ് നാടകമായാലും സിനിമ. അപ്പോൾ പുള്ളിയോട് ഞാൻ പറഞ്ഞു, ഇതൊന്ന് വായിക്കാൻ പറഞ്ഞു, ഇത് വായിച്ചു നോക്കൂ. അങ്ങനെ ഞാൻ ഒരു ദിവസം വൈകുന്നേരമാണ് ഞാനിത് അയച്ചു കൊടുക്കുന്നത്. പിറ്റേന്ന് രാവിലെ എന്നെ വിളിച്ചിട്ട് നമുക്കിത് ചെയ്യാം, നമുക്കിതിൽ ആർട്ടിസ്റ്റുകളൊന്നും അറിയപ്പെടുന്ന ആൾക്കാരൊന്നും വേണ്ട, നമുക്ക് ചെറിയൊരു സിനിമയായിട്ട് എടുക്കാമെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഭയങ്കര വിശ്വസിക്കാൻ പറ്റിയില്ല. നമ്മൾ അങ്ങോട്ടേക്കൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ വന്നു. ഞങ്ങളൊരു 17 ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്തു. അത് കഴിഞ്ഞ് അതിൻ്റെ എഡിറ്റിംഗ് ഒക്കെ തുടങ്ങിയപ്പോഴാണ് കൊറോണ എന്നുള്ള ഭയങ്കരമായിട്ടുള്ള ഇടുത്തി പോലെ വന്ന് തലയിൽ വീഴുകയാണ്. അങ്ങനെ ഇപ്പം അതിങ്ങനെ നിൽക്കുന്നുണ്ട്, തിയേറ്ററിലേക്ക് ചെയ്യണം എന്നുള്ളൊരു ഇതിലാണ് നിൽക്കുന്നത്. അതിന് എന്തോ അവാർഡ്സ് കാര്യങ്ങളൊക്കെ കിട്ടിയിരുന്നോ? അത് സംവിധായകക്കുള്ളൊരു ക്രിട്ടിക്സ് അവാർഡിന്റെ ഒരു പരാമർശം വന്നു. അപ്പം ഓൾ ദി ബെസ്റ്റ്. ഇനി എത്രയും പെട്ടെന്ന് അത് ആളുകളിലേക്ക് എത്തട്ടെ.